മോളെ സുജാതെ, എനിക്ക് വയസ്സ് 50 കഴിഞ്ഞു. ഇനി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാനാവൂന്ന് എനിക്കറിയില്ല. പ്രായമല്ലമ്മേ പ്രണയത്തിന്റെ മാനദണ്ഡം മനസ്സാണ്. മനസ്സൊക്കെ മരവിച്ചു പോയി മോളെ. 19ാമത്തെ വയസ്സില് എന്റെ കല്യാണം കഴിഞ്ഞതാ. 3 മക്കളും ഉണ്ട്. എല്ലാവരും ഉയർന്ന നിലയിലാ. കല്യാണവും കഴിച്ചു. എനിക്കും സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ട്. കൊട്ടാരം പോലത്തെ ഒരു വീട് എന്റെ സ്വന്തമാണ്. പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം? സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മോളെ. പ്രണയം എന്താണെന്ന് എനിക്കൊട്ടറിഞ്ഞും കൂടാ. ഭർത്താവ് കൂടെയില്ലേ? ഭർത്താവ് കൂടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് കൂടെയില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് മറ്റൊരു പെണ്ണുമായി അടുപ്പത്തില. അതിലൊരു കുട്ടിയുള്ളതായിട്ടാ എന്റെ അറിവ്. എന്നോടൊന്നും പറയില്ല. പക്ഷേ എനിക്കെല്ലാം അറിയാം. മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എന്താ മോളെ ചെയ്യേണ്ടത്? ബ്രേക്ക്. നീ ഇപ്പൊ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ വരൂന്ന് പറഞ്ഞിട്ട് മണിക്കൂർ 1 ആയി. അതിനിടയിൽ എവിടെ പോയി? ഞാൻ വേറെ എവിടെ പോയി? മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറി. പരിചയമുള്ള സ്ഥലത്ത് കയറാൻ പറ്റില്ലല്ലോ. എന്താ പ്രകാശേട്ട കാര്യം? താനകത്തേക്കോ പറയാം. എന്താ പ്രകാശേട്ട മെഡിക്കൽ സ്റ്റോറിൽ? ഇരിക്കെ പറയാം. ടാബ്ലറ്റ്സ്. എന്തിന്? ഇപ്പൊ നമുക്ക് ആവശ്യം ഈ ടാബ്ലറ്റ്സാ. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പൊന്ന് കഴിച്ചാൽ മതി. ചെറിയൊരു പെയിൻ അത്രേ ഉണ്ടാവുള്ളൂ. അബോഷനുള്ള ഗുളികയാണോ? അതെ, ഇപ്പൊ നമുക്ക് ആവശ്യം ഈ ടാബ്ലറ്റ്സാ. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പൊന്ന് കഴിച്ചാൽ മതി. ചെറിയൊരു പെയിൻ അത്രേ ഉണ്ടാവുള്ളൂ. അബോഷനുള്ള ഗുളികയാണോ? അതെ, അതുകൊണ്ടല്ലേ പരിചയമുള്ള സ്റ്റോറി പോകാൻ പറ്റാത്തത്. എന്തോ രൂപ ആലോചിക്കുന്നത്? സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവോ പ്രകാശേട്ടാ? അതാ ഞാൻ ആലോചിച്ചത്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു. ചില റെയർ കേസുകൾ ഒഴിച്ചാൽ സാധാരണ ഒരു പ്രോബ്ലം വരാറില്ല. അങ്ങനെ ഒരു റെയർ പേഴ്സൺ ആണെങ്കിലോ ഞാൻ എന്റെ ശരീരം വെച്ച് പരീക്ഷിക്കണോ പ്രകാശേട്ടാ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല റൂബി. 1 മാസത്തെ വളർച്ചയല്ലേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഒരു ഡിസ്ചാർജ് അത്രേ ഉള്ളൂ. എന്താ എനിക്ക് പേടിയാണോ? അതെ, ബ്ലീഡിംഗ് നിൽക്കാത്ത ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന കോംപ്ലിക്കേറ്റഡ് ആവും. അഡ്മിറ്റ് ആവേണ്ടി വരും. യൂട്രസ് റിമൂവ് ചെയ്തവരുണ്ട്, മരിച്ചു പോയവരുണ്ട്. അങ്ങനൊക്കെ പേടിച്ചാൽ നമ്മളിപ്പോ എന്താ ചെയ്യുക? പ്രകാശേട്ടന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം. എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്തോളാന്ന് ഉറപ്പ് തരണം എനിക്ക്. മരിച്ചുപോയ എന്റെ ജീവന് വരെ ഉത്തരവാദിത്തം പ്രകാശേട്ടനാ. താനിങ്ങനെ പറഞ്ഞു പേടിപ്പിക്കല്ലേ റൂബി. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞു. ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്നവര് ഫിസിഷ്യനോ ഗൈനക്കോളജിസ്റ്റോ ഒന്നും അല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്നാ താനീ പറയുന്നേ? ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ആധികാരികത ഉണ്ടായേനെ. നമുക്കിത് കഴിക്കാം, അബോർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുമ്പേ ഡോക്ടർ ഒന്നുകൂടെ കാണാം. ഒന്നുകൂടെ പരിശോധിച്ചിട്ട് ഏത് മെഡിസിനാ നല്ലതെന്ന് ഡോക്ടർ പറയല്ലോ. എന്നിട്ട് മതി ഈ പരീക്ഷണമൊക്കെ. അംഗീകൃതമായ ഹോസ്പിറ്റല് അബോർഷൻ നടത്തണമെങ്കിൽ ഹസ്ബൻഡിന്റെ അനുമതിയും കൂടെ വേണം. അതിനെന്താ? എന്റെ ഭർത്താവല്ലേ ഇരിക്കുന്നേ. റൂബി, നിയമപരമായിട്ട് ഞാൻ ഭർത്താവല്ലല്ലോ. ഇതിൽ വലിയ നിയമമൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം. 1 മാസല്ലേ ആയുള്ളൂ പ്രകാശേട്ടാ. ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇതുപോലെ എന്തെങ്കിലും മെഡിസിൻ മതിയാവും. താൻ പറഞ്ഞാൽ ശരി. നമുക്കൊരു ഡോക്ടറെ കാണാം. കൂടുതൽ റിസ്ക് എടുക്കണ്ട. ഇന്നിപ്പോ എടുത്ത വോയിസ് ഓവർ പോരെ വീണേ? രാത്രി ലൈവിന് എനിക്ക് വയ്യ. വേണ്ട, ഇന്ന് ചേച്ചി ഡിസ്റ്റർബ്ഡ് ആണ്. ഞാനൊരു സാഹിത്യം പറഞ്ഞാ എനിക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. കുറച്ച് പൈങ്കിളിയായ നന്നായിരിക്കും. മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഡിക്ഷണറി ഒന്നും വേണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനൊന്നും പറയാനും എനിക്കറിയില്ല. ആകെ വായിച്ചത് കേശവദേവന്റെ ഓടയിൽ നിന്നും. അത് വായിച്ചിട്ട് ഒരാഴ്ച കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നോവൽ വായിക്കാൻ പേടിയായിരുന്നു. വെറുതെ എന്തിനാ കരയുന്നത് അല്ലേ വീണ? അതെ, ചേച്ചിയുടെ മനസ്സിലിപ്പോ ഇതൊന്നുമല്ല, വേറെ എന്തോ കാര്യം പറയാനുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് മുഖവരിയിട്ടില്ല. വീണേ, ഈ വീട്ടമ്മയെന്ന് വെച്ചാൽ എന്താ?
കുടുംബത്തിന്റെ വിളക്കായിരിക്കണം വീട്ടമ്മ. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും വിചാരിച്ചിരിക്കുന്നത് വീട്ടമ്മ എന്നാൽ അടുക്കള പണിയും തുണിയലക്കലും കുട്ടികളെ നോക്കലും എന്നാണ്. ആ, അതെല്ലാം ചെയ്തിട്ട് കൈ കഴുകി മുഖം തുടച്ചു വന്നിരുന്ന് TV ഓൺ ചെയ്ത് സീരിയലോ സിനിമയോ കാണുന്ന ഒരു ശരാശരി മലയാളി സ്ത്രീയാണ് പച്ച മലയാളത്തിൽ വീട്ടമ്മ, അല്ലേ? ചേച്ചി ഇത് എന്നോട് പറയാതെ അവിടെ റെഡ് FM പറയാറുന്നില്ലേ? എന്തോരം പേര് കേട്ടാനെ. പറയാം, അടുത്ത ദിവസം ഇത് തന്നെ പറയാം. ഒരുപാട് പറയാനുണ്ട് സുജാതയ്ക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും. കാരണം അങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു ഭാര്യയാണ് ഞാൻ, അവഗണിക്കപ്പെട്ട ഒരു അമ്മയോ, ആർക്കും വേണ്ടാത്തൊരു വീട്ടമ്മ. അതെല്ലാം ഞാൻ വിളിച്ചു പറയാം. എല്ലാവരും അത് കേൾക്കട്ടെ. പക്ഷേ മറ്റാരും അറിയാതെ, മറ്റാരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ വീണയോട് പറയാം. അത് വാർത്തയാക്കാനല്ല. എന്തേ ചേച്ചി പറയ്. ഈ താലിമാല എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്റെ കെട്ടിയോൻ എനിക്ക് കെട്ടിത്തന്ന കെട്ടുതാലിയാ. കിടക്കുമ്പോ, എന്നുവെച്ചാ ഉറങ്ങാൻ കിടക്കുമ്പോ, ഞാൻ ഈ താലിയെടുത്ത് എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കും. എന്റെ നെഞ്ചിന്റെ മിടിപ്പ് ഈ താലി അറിയാൻ വേണ്ടിട്ടാ, അനുഭവിക്കാൻ വേണ്ടിട്ട്. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? വെറുതെ പറഞ്ഞു പോയതാ. താലി എന്റെ ജീവിതമാ. താലി കെട്ടിയവൻ എന്റെ പുണ്യമാണ്. പക്ഷെ താലി കെട്ടിയവൻ എന്റെ പുണ്യമാണ്. പക്ഷെ പക്ഷെ ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ കാര്യം പറ. ശ്ശെ, എന്താ ഇത്? പറയാം. ഇതുപോലൊരു താലി റൂബിയുടെ കഴുത്തിലുണ്ട്. അമ്മേ, എത്ര കാലായി അമ്മയൊന്ന് ചിരിച്ചു കണ്ടിട്ട്. എന്ത് ഭംഗിയായിട്ട് ചിരിക്കാൻ അറിയായിരുന്നു അമ്മയ്ക്ക്. കൈമോശം വന്നുപോയി കുട്ടി. അമ്മയുടെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ണീരിൽ അലിഞ്ഞില്ലാതായിപ്പോയി. പക്ഷെ FM-ൽ അമ്മ വളരെ നന്നായിട്ട് തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അത് ജീവിതമല്ലല്ലോ, ജീവിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയൂ? ഈയിടെയായിട്ട് ഇത്തരം ചോദ്യങ്ങൾ നിനക്ക് കൂടുതലാ. അപ്പോഴൊക്കെ അമ്മ പറയാറുണ്ട് സത്യം മാത്രമേ പറയൂന്ന്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചാ ചെറിയ വയല് വലിയ വർദ്ധാന ചോദിക്കുന്നതെന്ന് അമ്മ പറയോ? ഇല്ല, മുൻ ചോദിക്കും. അച്ഛൻ അമ്മയെ വേണ്ടാന്ന് വെക്കൂ? എനിക്കങ്ങനെ തോന്നുന്നു. പേടിയാവോ അമ്മേ? അമ്മയ്ക്കും പേടിയുണ്ട്. അമ്മ ഇനി മോനോട് ചോദിക്കട്ടെ. എന്താ അമ്മേ? അച്ഛൻ അമ്മ വേണ്ടെന്ന് വെച്ചാ മോൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സങ്കടം വരും അമ്മേ. ഗെയിം ആയിരിക്കും അല്ലേ? അതെ, സബ്വേ സർഫ്. നിന്നെ സമ്മതിക്കണപ്പോ, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതിന്. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അമ്മ വഴക്കുണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ അമ്മയെ വേണ്ടാന്ന് വെക്കുന്ന അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അമ്മ മര്യാദക്ക് നിന്നാ വല്ല കുഴപ്പമുണ്ടോ? നീ ഇങ്ങനെ പറയരുത് അപ്പു. ഈ സമയത്തെങ്കിലും നമ്മൾ അമ്മയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അമ്മയുടെ വാശിക്കൊന്ന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല അഭിയേട്ടാ. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ അച്ഛൻ പറയുന്നത് മാത്രം അനുസരിക്കും. അപ്പോ അമ്മയെ വേണ്ടേ നിനക്ക്? ആദ്യം അമ്മ എന്നെ അമ്മയ്ക്ക് വേണമെന്ന് തീരുമാനിക്കട്ടെ, അതല്ലേ നല്ലത്.